ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു റെസിപ്പിയുമായിട്ടാണ്. ഹൈദരാബാദി ചിക്കൻ മെജസ്റ്റിക് ആണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബോൺലെസ് ചിക്കൻ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് സൽക്കാരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ 250 ഗ്രാമിൻ്റെ ഒരു കപ്പിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ സ്ട്രിപ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു മുട്ടയുടെ പകുതി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ മുട്ടയാണെങ്കിൽ ഒന്ന് ഫുള്ള് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഹാഫ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്നും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ. നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം. നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കന് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനൊക്കെ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം. ആദ്യം തന്നെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഈ ഓയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു പാന് കൂടെ ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 1/8 കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചുവന്ന മുളകും 2 പച്ചമുളകും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് യോഗേർട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്, അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൗഡറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈര് ഉപയോഗിച്ചാലും മതി, പക്ഷെ നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/8 കപ്പ് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചിക്കൻ മജസ്റ്റിക് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.